എത്രയായി? ചേച്ചിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ കുഞ്ഞുവാവേന്ന് വിളിക്കാം, അതോ അമ്മച്ചിന്ന് വിളിക്കണോ? നിങ്ങളോട് കാശ് എത്രയെന്നാ ചോദിച്ചേ? മീറ്ററിൽ 10 രൂപയായുള്ളൂ, പക്ഷെ എന്തെങ്കിലും കൂട്ടിത്തരണം. ഞാനൊരു രോഗിയാണ്, ഓപ്പറേഷൻ നടത്താൻ 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപയെ? എന്ത് രോഗമാണ് നിങ്ങൾക്ക്? എന്റെ ഹാർട്ടിൽ കൃഷ്ണി വളരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരു 2 വർഷം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ വിട്ടാ മതി. വട്ട എനിക്കല്ല, ആനയ്ക്കാം. എന്താടാ അടി അങ്ങോട്ട് പോവല്ലേ, ആന ഇറങ്ങിയിട്ടുണ്ട്. ആന? എന്റെ അമ്മേ, നിങ്ങൾ എങ്ങോട്ട് പോവോ? ആന ഇറങ്ങി പറഞ്ഞിട്ടില്ലേ? അങ്ങോട്ട് പോയാലേ ആന പോയാലും അമ്പഴങ്ങാവും. നമുക്ക് വേറെ വഴി പോവാം. അമ്മാവനെ സഹായിച്ചോണ്ട് നിന്നോ, ഇപ്പൊ ആനയുടെ വായ്പോ. ആന ഇറങ്ങിയത് ഇത് അത്യാവശ്യം. Follow me. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ, എന്നാലും കഴിക്കാം. നല്ല വിശപ്പ്. എന്റെ പച്ചത്ര അതിന് സാറിന് പറ്റല്ലോ, പറ്റിപ്പല്ലേ? എന്താ? അല്ല, സാറിന്റെ പറ്റ എഴുതി 200 പേജിന്റെ നോട്ട് ബുക്ക് തീർന്നു, ഇനി പുതിയ ഒരെണ്ണം വാങ്ങണമെന്ന് പറയായിരുന്നു. ചെയ്തു. പോലീസുകാർ ഈ രാജ്യത്തിന്റെ സമ്പത്താണ്. അവരെ കാര്യമായിട്ട് നോക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്, ഡ്യൂട്ടിയാണ്. ഓ, സർക്കാരിനെ പോലീസുകാർ സേവിക്കുന്നു, അതിന് സർക്കാർ ശമ്പളം തരുന്നു. അപ്പൊ ജനങ്ങളെ സേവിക്കുന്നതിന് ജനങ്ങൾ ശമ്പളം തരേണ്ടതല്ലേ? ഇത് പറയുമ്പോ ഞാൻ കൈക്കൂലി ചോദിക്കാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് വളരെ മോശ. ഒരു 100 രൂപ ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ കടമായിട്ട് തന്നാ മതി. എങ്ങനെ? ഓ, കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. വളരെ നന്നായിട്ട്. പിന്നെ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളോട് പറഞ്ഞേക്കണം, എനിക്ക് കിട്ടാനുള്ള ആഴ്ചപ്പടി കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ പെറ്റി കേസ് ചാർജ് ചെയ്ത് അവന്റെ കട്ടപ്പളക്കുന്നു. മനസ്സിലായോ? ഞാൻ പറയാം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ആനയും മെരുക്കിയെടുക്കാം. ചോദിക്കുമ്പോ ആന ഇറക്കി കാശ് കൊടുക്കാൻ നിന്നിട്ടല്ലേ? കാശ് കൊടുത്തില്ലെങ്കിൽ ആന കേസ് ചാർജ് ചെയ്യും എന്നാണല്ലോ സേതുക്കാട് പറഞ്ഞിട്ടുള്ളത്. ഏത് വകുപ്പില്? നമ്മുടെ RC ബുക്കും പേപ്പേഴ്സും ഒക്കെ ഓക്കെ ആണ്, അതെ. യൂണിഫോം കറക്റ്റ് ആണ്, മീറ്റർ വർക്കിംഗ് കണ്ടീഷനിലാണ്. എന്നാ പിന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ബാബു, നീ പറയുന്നല്ലേ, കാശ് കൊടുക്കാത്തോണ്ട് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ എത്ര കേസ് അറിയുന്നറിയാമോ? അതാ പറഞ്ഞത്, അതിനെതിരെ പ്രതികരിക്കണമെന്ന്. നമ്മൾ അന്യായമായി ഹറാസ് ചെയ്യുന്നു പറഞ്ഞ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കാം. ആദ്യത്തെ ഒപ്പ് ഞാനിടാം. നിങ്ങൾ റെഡിയാണോ? പരാതിയൊക്കെ കൊടുക്കണോ? ഇതാ കുഴപ്പം. ഇങ്ങനെ പേടിച്ച് നിന്നാൽ എന്നും പേടിക്കാനേ സമയം കാണും. പോലീസുകാരിടുന്നതും നമ്മൾ ഇടുന്നതും കാക്കിയ. അതിന്റെ മാന്യത വിട്ട് പെരുമാറിയാൽ പോലീസായാലും നമ്മളായാലും ശിക്ഷിക്കപ്പെടണം. എന്തൊക്കെയായാലും അധികാരമുള്ള ആളുകളോട് കളിക്കുന്ന അത്ര നന്നല്ല. ബാബു, നീ ആദ്യം ആനയാരോടും സംസാരിച്ചു നോക്ക്. ഒതുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി നോക്കാം. എന്താ? അത് ന്യായം. എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ആനയുടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങേര് എന്ത് പറയുന്നു അനുസരിച്ച് ബാക്കി വഴി നോക്കാം. ഓ, ഒന്നും പറയണ്ട അണ്ണാ. ആനയെ പേടിച്ച് 110 കിലോമീറ്റർ സ്പീഡിൽ ഒരു പിടിയിലങ്ങ് വിട്ടു. അതിന് ഓട്ടോ മാക്സിമം 50-ലല്ലേ പോകൂ. പോയത് 50 തന്നെ, പക്ഷെ ഒരു 110ന്റെ മതിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ആട്ടോ ഓവർ ബ്രിഡ്ജ് ഇറങ്ങിയതും ഒരു സിക്കുകാരൻ കുറുകെ എടുത്ത് ഒറ്റച്ചാട്ടം. കണ്ണുടച്ച് ഞാനൊരു ചവിട്ടി. വണ്ടി സിക്കുകാരന്റെ തലയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുകളിൽ കയറി. ലോറി നിർത്തി. ലോറി ഡ്രൈവർ ഞാനും ഇറങ്ങി. ഓട്ടോ ലോറിയുടെ മുകളിൽ നിന്നും പൊക്കിയെടുത്ത് താഴെ വെച്ചു. സിക്കുകാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരേ ജഹാംസെ അച്ഛാ. ഞാൻ പറഞ്ഞു, കുച്ചു കുച്ചു ഹോത്തായെന്ന്. ഉടനെ ആ സിക്കുകാരൻ 1000 രൂപ എടുത്ത് എണ്ണി എന്റെ പോക്കറ്റ് ഇട്ടു. 1000 രൂപ? കാഞ്ഞിരപ്പള്ളി കറിയാച്ചനാണ് സത്യം. സിക്കുകാരെന്ന് വെച്ചാൽ ആരാ? അവരെ പേടിച്ച് സർക്കാർ ലീവ് വരെ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ? സിക്ക് ലീവ്. എന്നിട്ടാ രൂപ എവിടെ? ഞാൻ കാണിച്ചു തരാം. അയ്യോ പോയാ?
ഞാൻ പറഞ്ഞില്ലേ എന്റെ കാശ് വാഴൂല ആരോ പോക്കറ്റ് ഇനി അടിച്ചു ഇവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല പിടി, പിടി, പിടി. പിടിച്ചവനെ, പിടിച്ചവനെ. സേവന ഫയൽ ഞാൻ വേണ്ട. ബാവണ്ണ, അണ്ണാ, ബാവണ്ണ. ആളായി. വന്നേ ചോദിക്കട്ടെ വാ സത്യം പറയന്തിയൂടാ എന്താ ഉണ്ടായത് സത്യം പറയാന്റെ ബാവണ്ണ ആ. ആനയെ പേടിച്ച് ഓടുന്നതിനിടയിൽ എന്റെ ആട്ടോ ഒരു സിക്കാരന്റെ സ്കൂട്ടറിൽ കൊണ്ട് നിടിച്ചു ആ. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 200 രൂപ അയാളെ മേടിച്ചെന്നാ പോട്ടെ പോട്ടെ ഈ പടം കളിക്കുന്ന തിയേറ്ററിൽ പോണം. അതിപ്പോ ഈ പടം കളിക്കുന്ന തിയേറ്റർ ഏതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ സാറേ അത് ഈ മോഹൻലാൽ പറയും പോലെ നമുക്ക് ചോദിച്ച് ചോദിച്ചു പോവാം. ആ, വണ്ടി വിടുമോനെ. സാർ ആള് കൊള്ളാലോ സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം സാർ, ആ വരുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞ അതിപ്പോ അത് മതി, അത് മതി. നിക്കോ എങ്ങോട്ടാ ഇവിടെ അടുത്ത 2 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കാൻ പോവാണോ അതോ കഴിഞ്ഞു മടങ്ങാ. എന്താ? അല്ല ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അമ്മയുടെ ഓപ്പറേഷൻ എന്നാ വെച്ചിരിക്കുന്നത് മുഴുവൻ കാശും അടച്ച ശേഷമേ ഹോസ്പിറ്റലുകാർ ഓപ്പറേഷന്റെ ഡേറ്റ് പറയൂ. ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാം ശരിയാവുന്നേ വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഏത് സമയത്തുള്ള അമ്മയുടെ കണ്ണീരൊന്നും മാറിക്കണ്ടാ മതിയായിരുന്നു. എന്നാ പിന്നെ ഞാൻ ശരി. സോറി സാർ ഒന്ന് നിന്നെ. ദാ, ഇയാളെ കുട്ടിയെ വീട്ടിൽ വിടും. ഞാൻ നേരെ ഓട്ടെ പൊക്കോളാം. ലേറ്റ് ആയതുകൊണ്ടാണോ സാർ അതൊന്നുമല്ല, രണ്ടുപേരുടെയും മനസ്സിലുള്ളത് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. ഞാനും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. അയ്യോ സാർ അങ്ങനെയുള്ള ഒരു അതിപ്പോ ഇല്ലെങ്കിലും താനെ നടന്നോളും. എടാ ബുൾസൈ ഓടറാ. അല്ല ബുൾസൈ മേടിച്ചു വെക്കാൻ സാറ് പറഞ്ഞില്ലല്ലോ. എടാ തിന്നണ ബുൾസൈ അല്ല, നിന്റെ ഹെഡ്ലൈറ്റ് ഒരു കറുത്ത പുള്ളിയില്ലേ, അതെവിടെയെന്ന്? ഇവിടുത്തെ പുള്ളിയോ? അതും മഴയത്ത് ഒലിച്ചു പോയി സാർ. മഴയത്തോ? ഈ അടുത്ത കാലത്തൊന്നും മഴ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് ഒലിച്ചു പോയതാ. അപ്പൊ ഒരു കൊല്ലം നീ പുള്ളി ഇല്ലാതെ നടന്നല്ലേ? നിന്റെ വണ്ടി 2 മാസം എന്റെ കസ്റ്റഡി കിടക്കട്ടെ, എന്നാലേ ശരിയാവൂ. സാർ ഈ പുള്ളിയിട്ട പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു ഈ പുള്ളി 2 കൊല്ലത്തേക്ക് പോവില്ലെന്ന്. ആ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ വേറൊരു പുള്ളിയോട് ചോദിച്ചപ്പോ ആ പുള്ളി പറഞ്ഞു മറ്റേ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന്. പിന്നീട് അറിഞ്ഞത് ഈ പുള്ളിയിട്ട പുള്ളി അമ്മ. കൂടുതൽ സംസാരിച്ചാൽ നീ ഒരു ജയിൽ പുള്ളിയാവും. എടാ നീ ആദ്യം നന്നാകും, എന്നിട്ട് സ്വയം നന്നാകാൻ നോക്ക്. ഇരിയടാ. വേണ്ട, ഞാനിവിടെ പിടിച്ചു നിന്നോളാം. തുറക്കടാ. തുറന്നു കിടക്കല്ലേ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കണം. എടുക്കടാ. തരാൻ സാറേ സാറേ അത് സാറേ അത് ഞാൻ സാറേ സാറേ അത് പെട്രോളാ. സാറേ നാളെ പമ്പ് മുടക്കായതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചു വെച്ചതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീപ്പെട്ടി വരച്ച് കാണിച്ചു തരാം. ഇതൊന്ന് ഊതി നോക്കിയ മുമ്പിലേക്ക് നോക്ക്. സാറേ പോവല്ലേ സാറേ, ഈ തീയുടെ മുമ്പിലേക്ക് ഒന്ന് ഊതിയ പെട്രോൾ ആണെന്ന് തെളിയിച്ചു തരാം. സാറേ സംശയം ഉണ്ടെന്ന് നോക്കിട്ടോ, ഇത് പെട്രോളാ. My bike is in the workshop. Otherwise, I would not have had this bloody auto. This fellow is too slow. He's taking too much time. Look at his idiotic expression. I think he is deaf and dumb. Just don't think that we auto people are illiterate idiots. Give and take respect from us, okay? ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പൊ മലയാളം അറിയാല്ലേ? പിന്നെ എന്തിനായിരുന്നു പ്രയോഗമൊക്കെ? അതെ, ഓഫീസ് കാര്യങ്ങൾക്ക് മാത്രം മതി സായിപ്പിന്റെ ഭാഷ. സംസാരിക്കാൻ ഇത്രയധികം സുന്ദരമായ ഭാഷകളുള്ള ഒരു രാജ്യം നമ്മുടെ ഭാരതം പോലെ വേറെ ഇല്ല. ഇന്നിടത്ത്
ഇടത്തോട്ടാണോ വലത്തോട്ടാണോ അതെ ഇവിടെ രാധ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി താമസിക്കുന്നു. നീ എന്താ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കണത്? അത് പിന്നെ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ കാണുന്നില്ല. പെട്രോൾ പമ്പോ? ആ, ഇവിടെ ബാബു നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ഇവിടെ ഓ ശരിയാ, നമ്മുടെ പള്ളിമുക്കിന്റെ അവിടുന്ന് രണ്ടാമത്തെ ലെഫ്റ്റ് അവിടെ ആ പമ്പ്. എന്റെ ഒരു മറവിയെ. എന്താ പെട്രോൾ തീരെയില്ലേ? ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പമ്പ് തപ്പി നടക്കുവോ? അതിന് റിസർവ് ആയിട്ടില്ലല്ലോ. ആയിട്ടില്ലേ? ആവുമല്ലോ, ലോങ് ട്രിപ്പ് വല്ലതും പോയാല്. ഓ, ഒരു മുൻകരുതലല്ലേ? ആ ആ എന്നവാ നമുക്ക് പള്ളിമുക്കിലേക്ക് പോവാം. വേണ്ട, നീ പൊക്കോ, ഞാൻ പിന്നെ വരാം. അതെന്താ? അതെ, പിന്നെ ഇവിടെ അടുത്തൊരു ജോത്സ്യര് വന്നിട്ടുണ്ടെന്ന് കേട്ടു. ആള് ഭയങ്കര ജ്ഞാനിയാണെന്നാണ് അറിവ്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നീ പൊക്കോ. എടാ, അത്രയ്ക്ക് ദിവനാണെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്കൊന്ന് കാണണം. കുറെ നാളായിട്ട് ഞാനും ജോലിച്ചിട്ട് കളവിടെ നടക്കാം. അല്ല, അത് ഈ ജ്ഞാനി എന്നൊക്കെ ആൾക്കാര് വെറുതെ പറയുന്നതായിരിക്കും. ഏതായാലും ഞാനൊന്ന് പോയി കാണും. ആൾ ഓക്കെ ആണെങ്കിൽ നാളെയോ മറ്റന്നാളോ നിനക്ക് പോയി കാണാം. എന്താ? എന്തിനാ വെറുതെ രണ്ടുപേരും കാശ് വേസ്റ്റ് ആക്കുന്നത്? ശരിയാ ആണല്ലോ, ശരിയാണല്ലോ. അപ്പൊ ശരി, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. ഓക്കേ. എന്താ പമ്പട്ട ഇവിടെ? ഞാൻ വീട്ടിലേക്ക് വരായിരുന്നു. ഇനിയിപ്പോ വേറൊരു സാധനം. എന്റെ ഈ യാത്ര കണ്ടിട്ടാ ഇത് പതിവുള്ളതാ. എന്നും പോസ്റ്റ് ഓഫീസ് വരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും വന്നോന്ന് അന്വേഷിക്കും. ഇല്ലാന്ന് പോസ്റ്റ്മാൻ പറയും. വീട്ടിലേക്ക് മടങ്ങും. ഒരു ഡെയിലി എക്സസൈസ്. എന്നാൽ ഇന്ന് പോസ്റ്റ് ഓഫീസ് വരെ ഞാനും കൂടി വരും. വേണ്ട, വീട്ടിലേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടതല്ലേ, ഇനി കയറിയിട്ട് പോയാൽ മതി. എന്നാ ശരി, അങ്ങനെ അറിയാൻ വഴിയില്ല. ഇത് രാധ, ഇത് പപ്പൻ. അതല്ല, പിന്നെ നീ അങ്ങോട്ടാ? ഇവിടെ അടുത്ത് ജ്ഞാനിയായിട്ടുള്ള ഒരു ജോത്സ്യം വന്നിട്ടുണ്ടെന്ന് കേട്ടു. നീ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ജോത്സ്യം കണ്ട് തിരിച്ചു വന്നേക്കാം. ബാക്കി ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത് ബാബു. പപ്പൻ വളരെ സ്നേഹമുള്ളനെ. എപ്പോഴും കൊച്ചി കൊച്ചുവർത്തനം കേട്ട് വിശ്വസിക്കണ്ട. ഇവനെ വീട്ടിൽ വിളിച്ചിട്ട് തണുത്ത ഒരു ഗ്ലാസ് നാരങ്ങ കൊടുക്കും. നല്ല ദാഹം കാണും. ഇല്ലേ ബാബു? ചെല്ല്. കൊച്ചി കള്ളൻ ദിവജ്ഞാനി. ഉള്ളിൽ കടന്നു കടൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. നിന്നെ ഞാൻ കുറച്ചുകൂടി ലേറ്റസ്റ്റ് പാട്ട് പാടും അപ്പാ. ഞാനൊരു പാട്ടു പാടാം. ഇനി ഇതുപോലെ ഒരുപാട് പാട്ട് പാടേണ്ടി വരും കര എത്തണമെങ്കിൽ. എന്ത് കര? നീ എന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നത്? നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. മനസ്സിലെ പ്രേമം മൊട്ടിട്ട ഒരു യുവ ഹൃദയത്തിന്റെ തുടിപ്പ് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ബാബു. ദൈവത്തോർത്ത് ആൾക്കാർ കേട്ടാലേ. അങ്ങനെ വഴിക്ക് വാ. ഇക്കാര്യത്തിൽ മാത്രം നിന്റെ ഗുരുവാകാനുള്ള യോഗ്യത എനിക്കുണ്ട്. മനസ്സിലായോ? മനസ്സിലായി ഗുരു. ശിക്ഷ പാറുവിന്റെ പുറകെ ഒന്നും രണ്ടും അല്ല, 6 വർഷമാ ഞാൻ നടന്നത്. 812 പ്രേമലേഖനങ്ങൾ, 215 കവിതകൾ, പോരാഞ്ഞിട്ട് മാസാമാസം അവളുടെ തന്തയുടെ വക ഇരുട്ടടി. അതെല്ലാം അതിജീവിച്ച് ഞാൻ അവളെ കെട്ടി. എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക പറഞ്ഞാൽ അതൊരു സുഖം തന്നെ. സംശയമുണ്ട്. പക്ഷെ ആ സുഖത്തിന്റെ കൂടെ ദൈവം നമുക്ക് ഒരുപാട് കണ്ണീരും തരും. എത്ര കണ്ണീര് കുടിച്ചാലും വേണ്ടില്ല, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രാധയായിരിക്കും. കൊടുകൈ നീയാണ്ട് ആൺകുട്ടി. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. കേറിക്കോ. ട്രെയിനിന് സമയമായി, വേഗം വേണം. ശരി സാർ. 20 രൂപ സാർ. ദൈവമേ, നടു ഒടിഞ്ഞു. ഈ MG റോഡ് എന്നുള്ള പേര് ഇപ്പൊ കറക്റ്റായി. മെയിൻ ഗട്ടർ റോഡ്. ഈ ടാക്സ് പിരിക്കുന്നതിനുള്ള ശുഷ്കാന്തി സർക്കാർ റോഡ് മെയിന്റനൻസിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതങ്ങനെ പത്രത്തിൽ വായിച്ചില്ലേ? റോഡ് പണിക്ക് അനുവദിച്ച തുകയുടെ 40% എഞ്ചിനീയർമാർ കമ്മീഷനായി ആദ്യമേ കൈക്കലാക്കും. ആണോ? കോൺട്രാക്ടർമാർ 30% ലാഭം ആദ്യമേ മാറ്റിവെക്കും.
പിന്നെ ബില്ല് പാസ്സാക്കാൻ കൈക്കൂലിയായിട്ട് 20% വേറെ. ചുരുക്കി പറഞ്ഞ റോഡ് നന്നാക്കാൻ വേണ്ടി 10% അർത്ഥം. 10% ഇല്ല. എവിടുന്ന ശബ്ദം? അല്ല ഇതിലല്ലേ? അത് ശരി, ബാവുന്റെ ആട്ടെ പുതിയ ബെല്ല് ഫിറ്റ് ചെയ്തല്ലേ? ഞാൻ ഇപ്പൊ നോക്കിട്ടാ എന്നാ പൈസ വാരി ഇറക്കന്ന. എവിടെ എന്നാ അതിന്റെ ജുച്ച്? ഇതാരോ മറന്നു വെച്ചാണല്ലോ. ആരായിരിക്കും? ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലോ? ചിലപ്പോ അതിന്റെ ഉടമസ്ഥനായിരിക്കും വിളിക്കുന്നത്. ബാബു സംസാരിച്ചു നോക്കിയേ. ഹലോ. ഹലോ, താനെന്താ ഫോൺ എടുക്കാൻ താമസിച്ചേ? അല്ല, അത് പിന്നെ ആരെങ്കിലും തന്നെ വാച്ച് ചെയ്യുന്നു? ഇല്ല. ഗുഡ്. ബി അലർട്ട്. പോലീസിന്റെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കണം. ഓക്കേ? ഓക്കെ. തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കറൻസി നോട്ട് എടുക്കുക. എടുത്തോ. എടുത്തു. എത്ര രൂപയുടെ നോട്ടാ? 10. അതിന്റെ നമ്പർ പറ. 04B 082936. ഈ നോട്ട് കൊണ്ട് ലക്ഷങ്ങളുടെ ഒരു ഓപ്പറേഷനാണ് താൻ നടത്താൻ പോകുന്നത്. അടുത്ത മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന ആൾക്ക് ഈ നോട്ട് കൊടുത്താൽ തന്റെ കയ്യിൽ വന്നു ചേരുന്നത് ലക്ഷങ്ങളാണ്. ആർക്കാണ്, എന്നാണ്, എവിടെ വെച്ചാണ് ഈ നോട്ട് കൈമാറേണ്ടതെന്നൊക്കെ അടുത്ത വെള്ളിയാഴ്ച 6 മണിക്ക് ഞാൻ മെസ്സേജ് തരാം. ഓക്കെ? ഓക്കെ. സ്റ്റാൻഡിലെത്തിയപ്പോ സേതുക്കാ പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഓട്ടം മതിയാക്കി ഇങ്ങോട്ട് പോകുന്നു. എന്താ പ്രശ്നം? ബാബുവിന് ഫോൺ വന്നു. ലക്ഷങ്ങളുടെ ഫോൺ അടിക്കും. ഇനി വിളിച്ചു കൂവി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. വെറുതെ ഓസിനൊന്ന ഭാഗ്യദേവത നീ ആയിട്ടാ നശിപ്പിക്കല്ലേ. അല്ല, ചോദിക്കുന്നതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്. ഇവിടെ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചോ? അടിച്ചോ? എല്ലാം വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൽക്കാലം നീ വായ നടക്കൂ. ബാബു പറ. ലക്ഷങ്ങൾ എന്നാണ് അയാൾ ഫോണിൽ പറഞ്ഞത്. അത് സ്വർണ്ണമാവാം, ഡയമണ്ട്സ് ആവാം, കറൻസിയും ആവാം. അല്ല ബാബു, ഒരു 10 രൂപ നോട്ട് കൊടുത്താ അയാൾ എന്താ നിനക്ക് ലക്ഷങ്ങൾ തരുന്നത്? മണ്ടത്തരം പറയാതെ. ഈ ബാബുവിനല്ല കാശ് തരുന്നത്. മൊബൈൽ ഫോണിന്റെ യഥാർത്ഥ ഉടമയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മെസ്സേജ്. അല്ല, ഈ മെസ്സേജ് അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. അടുത്ത മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മെസ്സേജ് കിട്ടിയാൽ ഉടനെ ഈ നോട്ട് കൊടുത്ത് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുക. അങ്ങനെ ധൃതി കൂട്ടാൻ വരട്ടെ. മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ കൈമാറി പ്രവർത്തിക്കുന്ന ബോംബെ സംഘങ്ങളെ കുറിച്ച് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അവരുടെ ചുവട് പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ആയിരിക്കും ഇത്. ബുദ്ധിയോടും കരുതലോടും കൂടി വേണം നമ്മൾ ഓരോ നീക്കവും ഇനി നടത്തേണ്ടത്. ഈ 10 രൂപ നോട്ട് വെച്ച് നമുക്ക് 2 രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഒന്നുകിൽ വിവരങ്ങൾ മുഴുവൻ പോലീസിനെ അറിയിച്ച് ഈ ഗ്യാങ്ങിനെ നമുക്ക് അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ നോട്ട് കൈമാറി അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെടുക്കും. എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യും. കാശ് വാങ്ങിക്കുന്നതിനോടാ എനിക്ക് യോജിപ്പ്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അത് തന്നെയാണ് നല്ലത്. കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയേണ്ട ബാബു. ബാവുണ്ണൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ചിലപ്പോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സലിഞ്ഞ് ദൈവം കാണിച്ചെന്ന ഒരു വഴിയായിരിക്കും ഇത്. കള്ളന്മാരെ കൊള്ളയടിക്കുന്ന കാര്യമായതുകൊണ്ട് വലിയ മനസാക്ഷി കുത്തും തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ നോട്ടിൽ നിന്നും കിട്ടുന്ന ലക്ഷങ്ങൾ നമ്മൾ തുല്യമായി വീതിച്ചെടുക്കുന്നു. എന്താ എന്താ ഇത്? സന്തോഷം കൊണ്ട് കരുതലാണെന്നാ. അത്രേ ഉള്ളോ? എന്താ? ഫോൺ ബെല്ലടിക്കുന്നുണ്ടോന്ന് നോക്കിയതാ. ബെല്ലടിക്കുമ്പോ ഞാൻ പറയാം. അല്ല, ഇനി എന്തെങ്കിലും കാരണവശാൽ ഫോൺ ശബ്ദം ബാവുണ്ണൻ കേൾക്കാതെ പോയാ നമുക്ക് നഷ്ടമാവുന്ന ലക്ഷങ്ങളാ. ഞാൻ ഓർത്തില്ല.
അല്ലെങ്കിൽ ഞാൻ ഈ രഹസ്യം ആരോടും പറയാനും പോണില്ല. മെസ്സേജ് വല്ലതും വന്നാ ബാബു? അടുത്ത ആള് അല്ല, റോഡിൽ കൂടി ഇത്രയും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കല്ലേ,